കത്തിച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, രാത്രിയുള്ള യാത്രയല്ലേ, നിങ്ങൾക്കത് ഉപകരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഈ വിളക്കുമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സഹോദരന് കണ്ടുകൂടാത്ത അന്ധനായ തന്റെ കൂടപ്പുറപ്പിന് സഹോദരന് ഒരു വിളക്ക് കൊടുത്തു വിടുമ്പോൾ അന്ധന് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കണ്ടുകൂടാത്ത എനിക്കെന്തിനാണ് വിളക്ക്? ആ സമയം അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങൾക്ക് കണ്ടുകൂടാ എങ്കിൽ പോലും കണ്ണുള്ളവരെ പാതിരാത്രി ഒരുപക്ഷെ നിങ്ങളുടെ മേൽ വന്ന് തട്ടാതിരിക്കുന്നതിന് നിങ്ങളെ കത്തിച്ചു പിടിച്ച് ഈ വിളക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞ് തന്റെ കൂടപ്പുറപ്പായ അന്ധന് ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തൊരു സഹോദരനെ യാത്രയാക്കി. ആ വിളക്കുമായിട്ട് അന്ധനായ സഹോദരനെ പാതിരാത്രിയുടെ നടുവിൽ നഗരമധ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തെ ഇടിച്ചിട്ടു. പെട്ടെന്ന് ദേഷ്യം വന്ന ഈ സഹോദരൻ അയാളോട് ചോദിച്ചു, വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടും നീ എന്തിനാണ് എന്റെ ശരീരത്ത് വന്ന് തട്ടിയത്? ആ സമയം അന്ധനോട് ഈ വന്ന അബദ്ധവശാൽ മേലിൽ തട്ടി മറിഞ്ഞു വീണ ആ മനുഷ്യൻ അന്ധനോട് പറഞ്ഞത്, എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ വിളക്ക് എത്രയോ സമയങ്ങൾക്ക് മുമ്പ് കെട്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ കത്താത്ത വിളക്ക് പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് മഹാന്മാരായ സൂഫിസ പണ്ഡിത മേഖലകളിലെ പരമോന്നതമായ പ്രൗഢമായ മേഖലകളിലെ പരമോന്നതന്മാരായ നേതാക്കൾ അവരുടെ കീഴിൽ പഠിക്കാൻ വന്നിരിക്കുന്ന മുരീദുമാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇത് ഉദാഹരിച്ചത് ആത്മീയമായ വഴികളിലൂടെ ആത്മീയമായ ചൈതന്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ഒരു അബദ്ധമാണ് ഒരു അന്ധന്റെ കഥയിലൂടെ തന്റെ ശിഷ്യഗണങ്ങളെ സൂഫിയാക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഞാനും കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ മജ്‌ലിസുൻ നൂറിന്റെ പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നത്. യാത്ര എന്ന് പറയുന്ന കേരളത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ 12ഓളം വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വിശ്വാസികളുടെ യാത്ര എന്ന തലക്കെട്ടിൽ 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അളവ് പോലാണ് യാത്ര. മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ സഹോദരൻ ഓടി വന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമർ തങ്ങളെ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, അയാളെ പോലെ നല്ലത് വേറെ ഒരാൾ ഈ നാട്ടിലെടുക്കാനുണ്ടാവില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, അന്ത ജാറുഹു ഫി മസ്കനിഹി, നീ അവന്റെ അയൽവാസി വല്ലതുമാണോ? അല്ല. രണ്ടാമത് അവർ തങ്ങളെ ചോദിച്ചു, ആശർതഹു യൗമൻ, ഒരു ദിവസവും നീ അയാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. മൂന്നാമത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാഫറത മഅഹു യൗമൻ, ഒരു ദിവസമെങ്കിലും അവനോടൊപ്പം നീ യാത്ര പോയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅല്ലക റഅയ്തഹു ഫിൽ മസ്ജിദി ഖായിമൻ വഖാഇദ, നീ അയാളെ നല്ലവനാണെന്ന് മനസ്സിലാക്കിയത് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നത് കണ്ടല്ലേ? എപ്പോഴും നോക്കിയാലും പള്ളിക്കകത്തുണ്ടല്ലേ? നല്ല മനോഹരമായ പള്ളിക്കകത്ത് നീണ്ട നിസ്കാരം നടത്തുന്നതായിട്ട് നീ കണ്ടുവല്ലേ? അതേ ഉമർ റളിയല്ലാഹു അൻഹുവേ, അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇദ്ഹബ് അൻത ലാ തഅരി, പോടാവിടെ, നീ അയാളെ മനസ്സിലാക്കിയിട്ടില്ല. പള്ളിക്കകത്ത് കമിഴ്ന്ന് കിടന്ന് നിസ്കരിക്കുന്നവനെ കണ്ടിട്ട് അവനെ നല്ലവനാണെന്ന് ധരിക്കണം. ഒരു മുസ്ലിമിനെ മനസ്സിലാക്കാൻ, ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള 3 അളവുകോലിൽ ഒന്നാണ് യാത്ര എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ദിവസം നമ്മളൊന്ന് കൂടെ എന്തെങ്കിലും സംസാരിച്ചു നോക്കണം, ഇല്ലെങ്കിൽ അയൽവാസിയായി നോക്കണം, ഇല്ലെങ്കിൽ ഒരു യാത്ര, ഒരു ചെറിയ യാത്ര നമ്മൾ പോയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയാൾ അങ്ങനെയുള്ള ആളാണ് അല്ലേ. വണ്ടിയിൽ കയറിപ്പോയാൽ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കൂട്ടുകാരൻ അതുവരെയും ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിച്ച കൂട്ടുകാരനാണ്. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവനിങ്ങനെ ചോദിക്കും, അളയാ ഞാൻ എടുക്കട്ടെ ടിക്കറ്റ്. പക്ഷെ പോക്കറ്റിൽ നിന്ന് ഇളകി വരൂല, പേഴ്സ് പോക്കറ്റിൽ നിന്ന് ഇളകി വരില്ല. ഞാൻ എടുക്കാം, ടിക്കറ്റ് എടുക്കാം. സഹോദരിമാരാണെങ്കിൽ അവരുടെ ബാഗിന്റെ സിബ് തുറക്കാനുള്ളത് വെപ്രാളപ്പെടും, പക്ഷെ അത് തുറന്നു വരൂല. കാര്യം എന്താണ്? അവനെടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ കൂടെ യാത്ര പോകണമെന്ന്
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏത് വിഷയത്തിലും ഒരു ആത്മീയത, ഏത് വിഷയത്തിലെ കച്ചവടത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും അനക്കമടക്കങ്ങളിലൊക്കെ നമുക്കൊരു മാതൃകയുണ്ട്. ഇവിടെ മാതൃകാ പുരുഷന്മാരുടെ പേരുകൾ വായിച്ചതിന്റെ വറക്കത്തെടുത്ത് ധന്യരായിരിക്കുന്ന ഈ സദസ്സിൽ അള്ളാഹു നമ്മുടെ യാത്രയും ആ ഒരു രീതിയിലാകാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ യാത്ര അപ്പൊ അറിയാം. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 25 വയസ്സുള്ള പ്രവാചകനെ മനസ്സിലാക്കാൻ 40 വയസ്സുകാരിയായ മക്കയുടെ തമ്പുരാട്ടി ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന മുഹമ്മദ് നബിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള യുക്തിയാണ്, തന്ത്രമാണ് എടുത്തതെന്നറിയോ? സഹോദരങ്ങളെ, ശാമിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കച്ചവട സംഘത്തോടൊപ്പം പോകാൻ വേണ്ടി മഹാനായ പ്രവാചകനെ കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവമെന്ന് മനസ്സിലാക്കാൻ, ഏറ്റവും മനസ്സിലാക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞെടുത്ത വഴി ഏതാണ്? മൈസറയെ കൂടെ വിടുകയാണ്. മൈസറയെ കൂടെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ മൈസറയോട് ചോദിക്കുന്നു, മൈസറത്തെ മുഹമ്മദ് എങ്ങനെയുണ്ട്, സ്വഭാവം എങ്ങനെയാണ്? ആ സമയത്താണ് മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞത്, അല്ലയോ തമ്പുരാട്ടിയെ, ഈ മുഹമ്മദിനെ പോലെ നല്ല ഒരാള് വേറെയില്ല, ഈ മുഹമ്മദിനോളം നല്ലതായ മറ്റൊരാള് വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകനെ പറ്റി മൈസറത്ത് ഖദീജ ബീവി എന്ന തമ്പുരാട്ടിയോട് വിവരം കൊടുക്കുമ്പോ, സഹോദരങ്ങളെ, ഒരാളെ മനസ്സിലാക്കാൻ നമുക്കൊരു യാത്ര പോകാൻ ആവശ്യമാണ്. ഇവിടെ നമ്മളെ കെട്ടിക്കിടക്കലല്ലോ, ഈ വില്യാപ്പള്ളിയിൽ നിന്ന് എത്രയോ ദൂരവിപ്പുറത്തുള്ള കുറിഞ്ഞാലിയോടെന്ന് പറയുന്ന ഈ പ്രദേശത്ത് മാത്രം നമ്മൾ താമസിച്ചാൽ ജനങ്ങളുടെ സംസ്കാരം അറിയാൻ കഴിയൂല, ജനങ്ങളുടെ രീതി അറിയാൻ കഴിയൂല, ജനങ്ങളുടെ സ്വഭാവം അറിയാൻ കഴിയൂല. അതുകൊണ്ട് യാത്ര പോകണമെന്നാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിച്ച് നാറാറുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിച്ച് നാറാറുണ്ട്. ഒഴുകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ല, ഒഴുകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ യാത്ര പോകണേ, യാത്ര പോകണേ, സംസ്കാരങ്ങൾ പഠിക്കണേ, രീതികൾ പഠിക്കണേ, ജനങ്ങളുടെ സ്വഭാവം പഠിക്കണേ. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇസ്ലാം യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എത്രത്തോളം എന്നറിയോ സഹോദരങ്ങളെ? നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇസ്ലാമിന്റെ കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ളിടത്തോളം നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അവനും നിൽക്കാതെ കഴിവില്ലെങ്കിൽ ഇരിക്കണമെന്നാണ്, ഇരുന്ന് നിസ്കരിക്കാതെ കഴിവില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണമെന്നാണ്. കിടന്ന് നിസ്കരിക്കാതെ കഴിവില്ലാതെ പോയാ അവന്റെ മസ്തിഷ്കത്തിന് നമസ്കാരത്തിന്റെ പ്രവൃത്തികളെ കൊണ്ടുവരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ബുദ്ധി ഉള്ളിടത്തോളം കാലം നിസ്കാരം നിർബന്ധമാണ്. ഒരിക്കലും അവന് നമസ്കാരത്തിൽ നിന്ന് മാറാതെ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയുകയാണ്, നമസ്കാരം സുബഹി രണ്ടാണെന്നതിന് മദ്ഹബുകൾക്കിടയിൽ വ്യത്യാസമില്ല, ലോഹർ നാലാണ്, അസ്ർ നാലാണെന്നതിനിടയിൽ സംഘടനകൾക്ക് വ്യത്യാസങ്ങളില്ല, മഗ്രിബ് 3 ഇശാ 4 ആണെന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സഹോദരങ്ങളെ, പക്ഷേ അല്ലാഹു നമ്മളോട് പറഞ്ഞതെന്താണ്? നിങ്ങൾ യാത്ര പോകുന്നവരാണോ? യാത്ര പോകുന്നവരാണോ? അല്ലാഹു പറയുകയാണ്, ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറൂ മിനസ്സലാത്ത്. നിങ്ങൾ പോകുന്ന യാത്രയിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ ചുരുക്കി 2 ആക്കുന്നതിന് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ബുദ്ധി അവശേഷിക്കുന്നിടത്തോളം നിസ്കരിക്കണമെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരത്തിൽ ഒരു റക്അത്തിലെങ്ങാനും കുറവ് വരുത്തി കഴിഞ്ഞാൽ, വേണ്ട ഒരു സുജൂദിലെങ്ങാനും കുറവ് വരുത്തി കഴിഞ്ഞാൽ, ഒരു റുകൂഇലെങ്ങാനും കുറവ് വരുത്തി കഴിഞ്ഞാൽ, ഒരായത്തെങ്ങാനും വിട്ടുപോയാൽ അവന്റെ നമസ്കാരം സാധുവല്ലെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ തന്നെയാണ്. മക്കളുടെ മനോരാരണ്യത്തിന് സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ആദരവായ പ്രവാചകന് പറയുകയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറൂ മിനസ്സലാത്ത്. നമസ്കാരം ചുരുക്കുന്നതിന് പ്രശ്നമല്ല. 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 ആക്കി ചുരുക്കാൻ യാത്രകളില് പ്രിയപ്പെട്ടവരെ, ഈ
തന്നതെന്നറിയോ? ഈ ആനുകൂല്യം എന്റെ ഇസ്ലാം നമുക്ക് തന്നതെന്നറിയോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആം എടുത്ത് പരിശോധിച്ച അള്ളാഹു പറയുകയാണ്, ഖുൽ സീറൂ ഫിൽ അർളി ثم انظروا كيف كان عاقبة المكذبين. അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയേ പറയുക, സീറൂ നിങ്ങൾ ടൂർ പോവുക, സീറൂ നിങ്ങൾ ടൂർ പോവുക. അള്ളാന്റെ വാക്കിന്റെ വിപ്ലവകരമായ ശൈലി കണ്ടോ? സീറൂ നിങ്ങൾ യാത്ര ചെയ്യുക. എവിടെയാണ്? ثم انظروا كيف كان عاقبة المكذبين. തെമ്മാടികളെ അള്ളാഹു ഇങ്ങനെ പെരുമാറിയെന്ന് കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നന്ദികേടിന്റെ തെമ്മാടിത്തരത്തിന്റെ ആഭാസതലത്തിന്റെ വേലിയേറ്റത്തിലൂടെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന അപരാധികളെ എങ്ങനെയാണ് പടച്ച തമ്പുരാൻ അവരെ കൈകാര്യം ചെയ്തതെന്ന് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുസൂതമായ പ്രവാഹമായി ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അതെല്ലാം കൊണ്ട് അതെല്ലാം വാരി ഭരിച്ചുകൊണ്ട് അതെല്ലാം നെഞ്ചിലേക്ക് ആവാഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നന്ദികേട് കാണിക്കുന്ന ജനതയുണ്ടല്ലോ, അവരെ എങ്ങനെയാണ് പടച്ച തമ്പുരാൻ നശിപ്പിച്ചതെന്നൊന്നറിയണ്ടേ? അതിന് പോകണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ പ്രഖ്യാപന യാത്ര പോകാനാണ്. ഇന്ന് യാത്രകൾക്ക് കുറവൊന്നുമില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്ര എങ്ങനെയാകണമെന്ന് പഠിക്കണ്ടേ? എങ്ങനെയാണ് ഒരു കുട്ടിയെ യാത്രക്ക് വിടേണ്ടത്? ഈ അടുത്ത സമയത്തല്ലേ സ്റ്റഡി ടൂറിന്റെ ടൈമാണിത്, സ്റ്റഡി ടൂറിന്റെ ടൈമാണിത്. പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടികളെ പോലെ ടൂറിന് വിടാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമാണ്. ഇന്നെന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മറ്റന്നാള് നേരം വെളുക്കുമ്പോൾ ടൂറിന് പോവുകയാണ് കോളേജിൽ നിന്ന്, അതുകൊണ്ട് മകളെ ഒന്ന് വിടുവോ? എത്ര വയസ്സുള്ള മകളാണ്? 3.5 വയസ്സുള്ള മകളാണ്. 3.5 വയസ്സുള്ള കുട്ടികളെ പോലെ ടൂർ കൊണ്ടുപോകുന്ന കാലമാണ്. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് ഒരു മുസൽമാന് യാത്ര പോകേണ്ടതെന്ന് പഠിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് നിസ്കാരമെന്ന് മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, നോമ്പ് മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, ഹജ്ജ് മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല. എങ്ങനെയാണ് ജീവിതത്തിന്റെ അനക്കമടക്കമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റും അല്ലാഹുവിന്റെ റസൂലാ, കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും അല്ലാഹുവിന്റെ റസൂലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാഠമാണ്, നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മുമ്പോട്ട് വരുമ്പോൾ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഒരു അസ്വസ്ഥത. അപ്പൊ പുറത്ത് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ വിഷയം? കുഴപ്പമില്ലല്ലോ? പ്രശ്നമുണ്ടോ? കാരണം 10-12 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന് ഇത്രയും സമയം ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് വിഷയം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ, പണ്ഡിതകളെ തൗഫീഖ് തരട്ടെ. മക്കളെ പോയി ഇവിടെ എങ്ങനെ അവരൊന്ന് വിട്ട് ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ യാത്ര എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂലിന് മാതൃകയില്ലാത്ത ഏത് കാര്യത്തിലാണ്? നബിയുടെ മാതൃകയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ആകാശപ്രധാന ഭൂമിക്ക് മുകളിൽ ഇല്ല. എത്രത്തോളം കശാപ്പ് നടത്തേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തില്ലേ? എങ്ങനെയാണ് കശാപ്പ് നടത്തേണ്ടത്? ഒരു സഹോദരൻ ആടിനെ അറുത്തിട്ട് ആ ആടിനെ അതിന്റെ മാംസത്തിൽ നിന്ന് തോലുരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുസ്തഫായ നബി തങ്ങൾ കടന്നു വരുന്നു. ആ സഹോദരനോട് പറയുന്നു, പൊന്നുപോലെ ഇങ്ങനെയല്ല ഒഴിക്കേണ്ടത്, ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കമീസ് കൂടി ആ സഹോദരന്റെ കയ്യിൽ കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ വലത് കൈ ആ മൃഗത്തിന്റെ തോലിന്റെയും മാംസത്തിന്റെയും ഇടയിലോട്ട് ഇറക്കി മുന്നിലോട്ടും പിന്നിലോട്ടും വീശി അതിന്റെ തോലുരിച്ച് കാണിച്ചു കൊടുത്തു. അറബുകാർക്ക് പോലും അള്ളാഹുവിന്റെ റസൂല് മാതൃകയല്ലേ? എങ്ങനെ ചുംബിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിന്റെ പിടലിയിൽ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് കുഞ്ഞിന്റെ ദാടിയിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിലും നമ്മൾ കരുതിയതാണ്
എങ്ങനെയാണ് നിസ്കാരം, എങ്ങനെയാണ് നോമ്പ്, എങ്ങനെയാണ് ഹജ്ജ്, സക്കാത്ത്, എങ്ങനെയാണ്. അത് മാത്രമല്ല, ഒരു വിശ്വാസി എങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് ഇവരെ പഠിപ്പിച്ചു. ഇടതുകാലം വെച്ച് കയറി, ഇടതുവശം ചെരിഞ്ഞിരുന്ന് ആഹത്തായിട്ട് കഴിഞ്ഞ് വലതുകാല കൊണ്ട് നേരെ ഇറങ്ങി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ടാണ്. അതിൽ പോലും തുപ്പുന്നതിൽ പോലും ഇസ്ലാം നിയമങ്ങൾ വെച്ച് റസൂലുള്ള അതിലും മാതൃകയാണ്. മുന്നിലോട്ടും വലത്തോട്ടും തുപ്പാൻ പാടില്ല, ഇടത്തോട്ടും പുറകിലോട്ടും തുപ്പാൻ പാടുള്ളൂ എന്ന് അള്ളാഹു റസൂൽ കാണിച്ചിരുന്നില്ലേ? ഏത് വിഷയത്തിലാണ് നബി നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക? ഒരിക്കലുമില്ല. അത്